നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൃഷ്ണലീല എന്ന പെയിന്റിംഗ് ആണ് വരയ്ക്കുന്നത്. അതിൻ്റെ കളറിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ സ്കെച്ചിങ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ തീർച്ചയായും കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. രാധയെയും കൃഷ്ണനെയും സ്നേഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഒരു രാധാകൃഷ്ണ പ്രണയത്തിന്റെ കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത്. രാധാകൃഷ്ണന്മാർ പരസ്പരം പിരിഞ്ഞിരുന്നാലും അവരുടെ സ്നേഹത്തിന് ഒരു തുള്ളി പോലും കുറവ് ഉണ്ടാവാറില്ല. കാരണം രാധ സദാ കൃഷ്ണന്റെ ചിന്തയിലാവും. കൃഷ്ണൻ സദാ നേരവും രാധയുടെ ചിന്തയിലും മുഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സുകൊണ്ട് അവർ രണ്ടുപേരും വളരെ ഐക്യത്തിലാണ്. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ അവസ്ഥയെയാണ് വിപ്രലംബം എന്ന് പറയുന്നത്. ഇതാണ് പ്രാപ്തിയുടെ അത്യുന്നതമായിട്ടുള്ള ഭാവം. അതായത് ഭഗവാനെ സദാ മനസ്സുകൊണ്ട് സ്മരിച്ച് അനുഭവിക്കുക. പ്രത്യക്ഷമായി ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിലും പരോക്ഷമായിട്ട് ഭഗവാനെ സ്നേഹിക്കുക, അനുഭവിക്കുക, അതാണ് ഭക്തിയുടെ ഉന്നതമായ ഭാവം. അത് ഏറ്റവും അധികം ഉണ്ടായിരുന്ന ആളായിരുന്നു രാധാറാണി. കൃഷ്ണൻ അടുത്തില്ലാത്ത സമയത്ത് രാധ ഏതു നേരവും കൃഷ്ണനെ പറ്റി ചിന്തിക്കും. കൃഷ്ണനിൽ തന്നെയായിരിക്കും ആ മനസ്സ്. രണ്ടു ദിവസമായിട്ട് രാധയ്ക്ക് കൃഷ്ണനെ കാണാനായില്ല. അതുകൊണ്ട് ആ മനസ്സ് വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ബർസാന വിട്ട് പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ കണ്ണനെ കാണാൻ സാധിക്കും. അപ്പോഴാണ് സഖിമാർ രാധയെ കാണാൻ വന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് തൈരും വെണ്ണയും വിൽക്കാനായി ഗോകുലത്തിലും വൃന്ദാവനത്തിലും ഗോവർദ്ധന ഗിരിശൃംഗങ്ങളിലുമൊക്കെയായി പോകുന്നുണ്ട്. രാധ ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ടോ? അത് കേട്ടതും രാധയ്ക്ക് വളരെയധികം സന്തോഷമായി. കാരണം പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ണനെ കാണാൻ സാധിച്ചേക്കും. എന്നാൽ അച്ഛനോടും അമ്മയോടും അനുവാദം ചോദിക്കാതെ പോകാൻ കഴിയില്ല. അവൾ അനുവാദം ചോദിക്കാനായി അമ്മ കീർത്തിയെ സമീപിച്ചു. എല്ലാ ഗോപാലകന്മാരുടെയും നേതാവാണ് രാധയുടെ അച്ഛനായിട്ടുള്ള ഋഷഭാനു. അതായത് നന്ദഗോപരുടെ പോലും നേതാവാണ് ഋഷഭാനു മഹാരാജാവ്. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകളാണ് രാധാറാണി. അങ്ങനെയുള്ള രാധയ്ക്ക് ആ ഗൃഹത്തിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഈ രാധയാണ് സഖിമാരുടെ കൂടെ വെണ്ണ വിൽക്കാൻ അനുവാദത്തിനായി അമ്മയെ സമീപിച്ചത്. കീർത്തിക്ക് ഇത് കേട്ടതും അരിശം വന്നു. അവൾ രാധയെ ശകാരിച്ചു. ഇത് കേട്ടുകൊണ്ട് ഋഷഭാനു മഹാരാജാവ് അവിടേക്ക് വന്നു. തൻ്റെ കൂട്ടുകാർക്കൊപ്പം പോകാൻ സമ്മതിക്കുന്നതിന് വേണ്ടി വാദപ്രതിവാദം നടത്തുന്ന രാധാറാണിയെ കണ്ടപ്പോൾ രാജാവിന് സന്തോഷമാണ് തോന്നിയത്. തൻ്റെ മകൾ എത്ര സാധാരണക്കാരിയാണ്, അവൾക്ക് ഒരു അഹങ്കാരവുമില്ല. അദ്ദേഹം രാധാറാണിയെ വിളിച്ച് യാത്രയ്ക്ക് അനുവാദം കൊടുത്തു. രാധയ്ക്ക് വളരെയധികം സന്തോഷമായി. അവൾ സഖിമാരോടൊപ്പം വെണ്ണയും തൈരും വിൽക്കാൻ വ്രജഭൂമിയിലേക്ക് യാത്രയായി. പോകുന്ന വഴിയിലെല്ലാം അവൾ കണ്ണനെ തിരഞ്ഞു. പക്ഷേ എവിടെയും അവൾക്ക് കണ്ണനെ കാണാൻ സാധിച്ചില്ല. കണ്ണന്റെ കൂട്ടുകാരായ ഗോപാലകർക്കിടയിലും അവൾക്ക് കണ്ണനെ കാണാൻ സാധിച്ചില്ല. നേരം സന്ധ്യയോടടുത്തു. തിരിച്ച് ബർസാനയിലേക്ക് പോകാൻ സമയമായി. രാധാറാണി വിഷമത്തോടെ സഖിമാർക്കൊപ്പം തിരികെ നടന്നു. രാധയുടെ സഖിമാർക്കും അവളുടെ വിഷമം കണ്ട് വളരെയധികം സങ്കടം തോന്നി. സാധാരണയായി അവർ വരുമ്പോഴെല്ലാം കണ്ണനെ കാണാറുള്ളതാണ്. ഇന്ന് എന്താണാവോ കാണാതിരുന്നത് എന്ന് ചിന്തിച്ച് എല്ലാവരും തിരിച്ചു നടന്നു. അവർ യമുനയുടെ തീരത്തെത്തി. അവിടെ വള്ളം കിടക്കുന്നുണ്ട്. യമുന കടന്നു വേണം ബർസാനയിലെത്താൻ. പക്ഷേ വള്ളക്കാരനെ അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല.
ഇന്ന് എല്ലാം കൊണ്ടും മോശം ദിവസമാണെന്ന് അവർക്ക് തോന്നി. അപ്പോൾ അവരിൽ ഒരു സഖി പറഞ്ഞു, എനിക്ക് വെള്ളം തുഴയാൻ അറിയാം, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അത് പറഞ്ഞ് അവൾ വള്ളത്തിനടുത്തേക്ക് നടന്നു. അപ്പോഴതാ ഒരു ശബ്ദം, എന്റെ വള്ളത്തിൽ ആരാണ് കയറുന്നത്? അത് കേട്ടതും ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും തിരിഞ്ഞു നോക്കി. അത് വള്ളത്തിന്റെ ഉടമസ്ഥനായിരുന്നു. മുടിയും താടിയുമെല്ലാം വളർത്തി തലയിൽ കെട്ടൊക്കെയായി ഒരാൾ. അവർ അങ്ങനെ ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. അയാൾ ധൃതിയിൽ നടന്നു വന്നു. സഖിമാർക്ക് അയാളുടെ കണ്ണുകൾ കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി. അവർ അത് രാധയെ അറിയിച്ചു. രാധ അതൊന്നും ശ്രദ്ധിക്കാതെ തൊഴുകൈകളോടെ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു, നേരം വല്ലാതെ ഇരുട്ടി, ഞങ്ങളെ വേഗം അക്കരെ എത്തിക്കണം. അത് കേട്ട വള്ളക്കാരൻ പറഞ്ഞു, നിങ്ങൾ വൃഷഭാനു മഹാരാജാവിന്റെ പുത്രിയായ രാധാറാണിയല്ലേ? നിങ്ങൾ പറഞ്ഞതിനാൽ ഞാൻ എല്ലാവരെയും അക്കരെ എത്തിക്കാം. അതും പറഞ്ഞ് അയാൾ എല്ലാവരുടെയും കാലിൽ നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കാലുകൾ മുഴുവൻ ചെളിയും ചാണകവുമാണ്. ഈ കാലുകൾ കൊണ്ട് എന്റെ വള്ളത്തിൽ കയറാൻ സാധിക്കില്ല. എല്ലാവരും നദിയിൽ പോയി കാലു കഴുകി വരൂ. ഇത് കേട്ടതും സഖിമാർക്ക് ദേഷ്യം വന്നു. രാധാറാണി എല്ലാവരെയും സമാധാനപ്പെടുത്തി. നമുക്ക് വീട്ടിലെത്തേണ്ടേ, നിങ്ങൾ പറഞ്ഞതനുസരിക്കൂ. അങ്ങനെ എല്ലാവരും നദിയിൽ കാലു കഴുകി തിരിച്ചു വന്നു. വള്ളക്കാരൻ അവരുടെ എല്ലാവരുടെയും കാലിൽ ഒന്നുകൂടി നോക്കി. എന്നിട്ട് രാധയോടായി പറഞ്ഞു, കുട്ടിയുടെ കാലിൽ ഇപ്പോഴും ചെളിയുണ്ട്, ഞാൻ കഴുകിത്തരാം, കാലു കാണിക്കൂ. സഖിമാർക്ക് അതിശയമായി. കാരണം രാധയുടെ കാലിൽ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വേഷം മാറി വന്ന കണ്ണന് രാധയുടെ കാലിൽ പിടിക്കാനുള്ള സൂത്രമാണ് അതെന്ന് അവർക്ക് മനസ്സിലായില്ല. കണ്ണൻ രാധാറാണിയുടെ കാൽ ഭംഗിയായി കഴുകി തുടച്ചു വൃത്തിയാക്കി. എല്ലാവരും വള്ളത്തിൽ കയറി. വള്ളക്കാരന്റെ സമീപത്തായി രാധാറാണിയെ ഇരുത്തി. എന്നാൽ കണ്ണനെ കാണാത്ത വിഷമത്തിലായിരുന്ന രാധ വള്ളക്കാരനെ ശ്രദ്ധിച്ചതേയില്ല. വള്ളം നദിയുടെ നടുക്കെത്തിയപ്പോൾ വള്ളക്കാരൻ തുഴച്ചിൽ നിർത്തി പറഞ്ഞു, എനിക്ക് ഇനി തുഴയാൻ വയ്യ, വിശന്നിട്ട് വയറുവേദനിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തരൂ, ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. സഖിമാർ രാധയോട് പറഞ്ഞു, നമ്മൾ ആകെ കുടുങ്ങിയല്ലോ, ഇനി എന്തു ചെയ്യും? രാധ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ ബാക്കി വന്ന വെണ്ണയും തൈരും എല്ലാം അയാൾക്ക് കൊടുക്കാം, അല്ലാതെ നമുക്ക് വീടെത്താൻ വേറെ വഴിയില്ല. അത് കേട്ടതും വെള്ളക്കാരൻ സന്തോഷത്തോടെ പറഞ്ഞു, വെണ്ണയും തൈരും എല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്, വേഗം തരൂ. അങ്ങനെ കണ്ണൻ ആദ്യം രാധയുടെ കുടത്തിലുണ്ടായിരുന്നത് മുഴുവനും അകത്താക്കി. അതിനുശേഷം ബാക്കിയുള്ള സഖിമാരുടെ അടുത്ത് നിന്നെല്ലാം വാങ്ങിക്കഴിച്ചു. എല്ലാം കഴിച്ച് ഏമ്പക്കം വിട്ട് കണ്ണൻ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വയറ് വല്ലാതെ നിറഞ്ഞു, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ, വല്ലാതെ ഉറക്കം വരുന്നു. അത് കേട്ടതും ഗോപികമാർക്ക് ദേഷ്യം വന്നു. വള്ളക്കാരൻ വേഗം വന്ന് രാധയുടെ കാലിന്മേൽ തലവെച്ച് കിടന്ന് ഉറക്കമായി. രാധയ്ക്ക് അനങ്ങാൻ പോലും പറ്റാതായി. എന്തു ചെയ്യും എന്നറിയാതെ എല്ലാവരും ആദിയോടെ നോക്കുമ്പോൾ വള്ളക്കാരൻ കൂർക്കം വലിച്ച് ഉറക്കമായി. പെട്ടെന്നാണ് ഒരു ഗോപിക വെള്ളക്കാരന്റെ അരയിലെ ഓടക്കുഴൽ കണ്ടുപിടിച്ചത്. മാത്രമല്ല വെള്ളക്കാരന്റെ മുഖത്തെ താടി ഇളകി വരുന്നതും അവൾ കണ്ടു. അവൾ വേഗം വള്ളക്കാരന്റെ മുഖത്തെ താടി വലിച്ചെടുത്തു. അയാളുടെ തലയിലെ കെട്ടുമഴിച്ചു. അപ്പോഴാണ് എല്ലാവരും ആശ്ചര്യപ്പെട്ടത്. അത് സാക്ഷാൽ ശ്രീകൃഷ്ണനായിരുന്നു. തന്റെ പാദത്തിൽ തലവെച്ച് കിടക്കുന്നത് കണ്ണനാണെന്ന് തിരിച്ചറിഞ്ഞ രാധ അത്യധികം സന്തോഷത്തോടെ ഭഗവാനുമായി കൂടിച്ചേർന്നു. രാധയുടെ നിറഞ്ഞ കണ്ണുകളിലൂടെ ഭഗവാൻ അവളുടെ സന്തോഷം വായിച്ചെടുത്തു. കണ്ണൻ പങ്കായം കൊണ്ട് തോണി തുഴഞ്ഞു. അങ്ങനെ അത്യധികം സന്തോഷത്തോടെ രാധയും തോഴിമാരും കണ്ണനോടൊപ്പം ബർസാനയിൽ തിരിച്ചെത്തി. സഖിമാർ ഓരോരുത്തരായി തോണിയിറങ്ങി. അവസാനം കണ്ണന്റെ കൈ പിടിച്ച് രാധ തോണിയിൽ നിന്നും ഇറങ്ങി. കണ്ണന്റെ കൈ വിടുവിച്ച രാധ തിരിഞ്ഞു നോക്കാതെ നടന്നു. കണ്ണനും രാധ പോകുന്നത് തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നും മടങ്ങി. ഈ വിപ്രലംഭവും സംയോഗവും എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ രാധയെ പോലെ സർവ്വതും ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ കാണും, അത് തീർച്ചയാണ്.
ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ചിത്രകലയെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.